ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ ഈ കൊല്ലത്തെ SLC എക്സാമിനേഷൻ, മാർച്ചിൽ നടക്കുന്ന എക്സാമിനേഷൻ, അതിലേക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ മാപ്പിൽ നിന്ന് എന്ത് വന്നാലും ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മോഡൽ എക്സാമിനും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, മാപ്പിൽ നിന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ SLC എക്സാമിനേഷൻ മാപ്പിൽ നിന്ന് ഏതായിരിക്കും ചോദ്യങ്ങൾ വരിക, മാപ്പിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെയാണ് പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആ മാപ്പ് മാർക്ക് ചെയ്യുന്ന സമയത്തുള്ള ചില ട്രിക്കുകളും ഐഡിയകളുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? മക്കളെ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളുടെ ഒരു ഡീറ്റെയിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ തൊട്ട് മുമ്പ് നമ്മുടെ എന്ത് ചെയ്യുന്നു, മാർച്ച് നമ്മുടെ മോഡൽ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ചോദിച്ച എന്ന് പറയുന്നത് വിശാഖപട്ടണം, അതൊരു പോർട്ടാണ്, ഒരു തുറമുഖമാണ് ചോദിച്ചത്. ആരവല്ലി ഒരു മൗണ്ടെയിൻ ആണ്, ഒരു പർവ്വതമാണ്. മാൽവ പ്ലാറ്റു ഒരു പീഠഭൂമിയാണ് ചോദിച്ചത്. താപ്തി റിവർ, അപ്പോൾ ഒരു പോർട്ടായി, ഒരു മൗണ്ടെയിനായി, ഒരു റിവറായി, ഒരു പ്ലാറ്റു ആയി, അല്ലെ? അതേസമയം തൊട്ട് മുൻപത്തെ വർഷം, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാവേരി റിവർ ആണ്, ഒരു പ്ലാറ്റു ഉണ്ട്. വെസ്റ്റേൺ ഗാർഡ്സ് അഥവാ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്ന മൗണ്ടെയിൻ ഏരിയ ആണ്. കണ്ടില്ല പോർട്ട് ഉണ്ട്. കൂടാതെ തന്നെ ഇവിടെ നോക്കിയേ, റിവർ ഉണ്ട്, പ്ലാറ്റു ഉണ്ട്, മൗണ്ടെയിൻ ഉണ്ട്, പോർട്ട് ഉണ്ട്. മൗണ്ടെയിൻ ഉണ്ട്, പ്ലാറ്റു ഉണ്ട്, പോർട്ട് ഉണ്ട്, റിവർ ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തായിരിക്കും, ഏതെങ്കിലും ഒരു റിവർ ചോദിക്കുന്നുണ്ടായിരിക്കും, അതാ ഒരു നദി ചോദിക്കുന്നുണ്ടായിരിക്കും, ഒരു പ്ലാറ്റ് ചോദിക്കുന്നുണ്ട്. ഒരു പ്ലാറ്റു അല്ലെങ്കിൽ ഒരു മൗണ്ടെയിൻ എന്തെങ്കിലും പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്, ഒരു പീഠഭൂമി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു പോർട്ട്, ഒരു തുറമുഖം ചോദിക്കാൻ സാധ്യതയുണ്ട്. തുറമുഖം എന്ന് പറഞ്ഞാൽ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. സോ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് വരുന്നത് തൊട്ട് മുമ്പായി കണ്ട് മക്കളെ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മാപ്പ് ആയിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഇന്ത്യയുടെ എന്തെയില്ല മിക്കവാറും സ്റ്റേറ്റുകളൊന്നും അതിൽ മാർക്ക് ചെയ്യാറില്ല. സ്റ്റേറ്റുകൾ മാർക്ക് ചെയ്യാത്ത തന്നെയാണ് നമുക്ക് നല്ലത്. കാരണം അഥവാ ചെറിയ രീതിയിൽ സംസ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലും നമുക്ക് വലിയ പ്രശ്നം വരില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു റിവർ എന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞു. റിവറിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 2 തരത്തിലുള്ള റിവേഴ്സുകളാണ് ആക്ച്വലി ഉള്ളത്. ഒന്ന് ഹിമാലയൻ റിവേഴ്സും, 2 പെനിൻസുലാസ് റിവേഴ്സും, അല്ലെ? ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും ഉണ്ട്. അതിൽ മിക്കവാറും വരാറുള്ളത് പെനിൻസുലാസ് റിവേഴ്സ് ആണ്, ഉപദ്വീപീയ നദികളാണ് വരാറുള്ളത്. പക്ഷെ നമ്മൾ ഹിമാലയൻ റിവറും കൂടെ അങ്ങോട്ട് പഠിച്ചേക്കാം. ആകെ 3 അല്ലേ അവിടെ പറയാനുള്ളൂ. ഒന്നാമത്താണ് ഇൻഡസ് അഥവാ സിന്ധു എന്ന് പറയും. മക്കളെ, സിന്ധുവിന്റെ സ്ഥാനം ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഗുജറാത്ത് ഉണ്ടല്ലോ, ഗുജറാത്തിന്റെ ഒക്കെ മുകൾ ഭാഗത്തു നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടേക്കാണ് ആക്ച്വലി ഇത് ഇങ്ങോട്ട് എൻഡ് ചെയ്യാട്ടോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ വരയ്ക്കുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് എടുത്തേ, ഇന്ത്യയുടെ ഈ ഒരു ക്രോസ് എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ ഇൻഡസ് ഈ ഒരു ഗ്യാപ്പിലൂടെ കയറി അടുത്ത ഗ്യാപ്പിലൂടെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നു. ഈ ഒരു ഗ്യാപ്പിലൂടെ കയറി അടുത്ത ഗ്യാപ്പിലൂടെ എന്ത് ചെയ്തു, ഇറങ്ങിപ്പോയാൽ ആരായി? ഇൻഡസ് ആയി, സിന്ധു ആയി. അതേസമയം ബ്രഹ്മപുത്രയാണ് അടുത്തതെന്ന് പറയുന്നത്. ബ്രഹ്മപുത്രയിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടുന്ന് ഉയർന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗം ബ്രഹ്മപുത്ര ഈ നമ്മുടെ ഇൻഡസിന്റെ അവിടെ നിന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലൂടെ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് പോകുന്ന ആളെയാണ് ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്നത്. ഗംഗയാണെങ്കിൽ ഇന്ത്യയിലൂടെ മാത്രമാണ്. ബ്രഹ്മപുത്രയും സിന്ധു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൂടെ എല്ലാം എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നുണ്ട്. ഗംഗയാണെങ്കിൽ ഇന്ത്യയിലൂടെ മാത്രമാണ് പോകുന്നത്. ഇന്ത്യയിലൂടെ പോകുന്ന ഏറ്റവും വലിയ ഒരു ഹിമാലയൻ റിവർ ആണ് ഗംഗ എന്ന് പറയുന്നത്. ഗംഗ എഴുതാൻ ഭയങ്കര സിമ്പ, വരക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ നടുവിൽ കൊണ്ടുപോയിക്കാണ്ട് മലയാളത്തിലെ ഗംഗ എന്ന് എഴുതുമ്പോൾ ഈ ഗാ എല്ലാം നമ്മൾ വയ്ക്കാം. ഗംഗേ നീ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഗംഗയിലെ ഈ ഒരു മലയാളത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ഗാ ഇങ്ങോട്ട് വരച്ചു വെച്ചാൽ മതി. ഈ ഒരു ഗാ എന്ത് വരക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശരിക്കും ഇവിടുന്ന് രണ്ടും കൂടെ മേർജ് ചെയ്യുന്നുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്തതിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പെനിൻസുലാസ് റിവേഴ്സ്, ഇതിലെ ഏതെങ്കിലും ഒരു റിവർ ആയിരിക്കും ഈ കൊല്ലത്തെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു റിവറാണ്. 6 ആക്ച്വലി ഉള്ളത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഓർഡർ അങ്ങനെ തന്നെ പഠിച്ചു നോക്കാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അതിൽ എന്തിനാ ഓർഡർ പഠിച്ചറിഞ്ഞോ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ ഒരു സൈഡിലാ, നർമ്മദയും താപ്തി ഇപ്പുറത്തെ സൈഡിലാ. ഓർഡറിൽ പഠിച്ചാൽ സിമ്പിൾ ആണ്. മഹാനദി നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗുജറാത്ത് കണ്ടില്ലെങ്കിൽ, ഗുജറാത്തിന്റെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, നേരെ താഴോട്ട് ഇറങ്ങി പോവുക, അതാണ് മഹാനദി. ഗോദാവരി എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പാണ്. കാവേരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ അടുത്ത ഗ്യാപ്പ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാവേരി, കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പാണ് കേട്ടോ, ഈ ഗ്യാപ്പാണ്. കാവേരി എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി കാവേരി. കാവേരിക്ക് 2 സ്പെല്ലിംഗ് ഉണ്ട്. ഈ സ്പെല്ലിങ്ങും കാവേരിക്ക് എഴുതുന്നതാണ്. മലയാളത്തിൽ പിന്നെ കാവേരി എന്ന് മാത്രമേ എഴുതാറുള്ളൂ. നർമ്മദയും താപ്തിയും മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചേക്കാം, അത് മഹാനദിയുടെയും ഗോദാവരിയുടെയും ഇടയിലാണ്. നർമ്മദ മാർക്ക് ചെയ്യുന്നു, താപ്തി മാർക്ക് ചെയ്യുന്നു. അപ്പൊ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഓക്കെ, ഇതാണ് പെനിൻസുലാസ് റിവേഴ്സ്, ഉപദ്വീപീയ നദികൾ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയി. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും എന്ത് ചെയ്യും, ഒരു പ്ലാറ്റു ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒരു പീഠഭൂമി ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് റാൻ ഓഫ് കച്ച്. ഈ റാൻ ഓഫ് കച്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ഇവിടെ ഒരു ത്രികോണം വരച്ചാൽ മതി കേട്ടോ, ഒരു ത്രികോണം വരച്ചാൽ മതി. അതേസമയം നമ്മുടെ ഈ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചല്ലോ മാൽവ പ്ലാറ്റു ഇവിടെ ഒരു ത്രികോണം വരച്ചാൽ മതി. അതേസമയം ഡെക്കാൻ വരുന്ന സമയത്ത് ഇതാണ് ആക്ച്വലി ഡെക്കാൻ എന്ന് പറയുന്നത്.
ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു, ഇതാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമി ഇതാണ്, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇതാണ്, മാൽവ പീഠഭൂമി ഇതാണ്, റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. അതേസമയം ഒരു പ്ലാറ്റു, ഒരു പീഠഭൂമി ചോദിക്കും. കൂടാതെ തന്നെ അതേസമയം തന്നെ ചോദിക്കുന്നതാണ് ഒരു മൗണ്ടൈന് ചോദിക്കും, ഒരു പർവ്വതം ചോദിക്കും. ഇതായിരുന്നു ഈ പ്രാവശ്യം ചോദിച്ചിരുന്ന ആരവല്ലി എന്ന് പറയുന്നത്. അതേസമയം ഈ മാൽവയുടെയും ഡെക്കാന്റെയും ഇടയിൽ വരുന്ന രണ്ടെണ്ണമാണ് വിന്ധ്യയും സത്പുരയും. വിന്ധ്യ സത്പുര, വിന്ധ്യ മുകളിൽ സത്പുര താഴെ, വിന്ധ്യ മുകളിൽ സത്പുര താഴെ. ഓക്കെ. അതേസമയം നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ വെസ്റ്റേൺ സൈഡ് കിടക്കുന്നത് ഇതാണ് പശ്ചിമഘട്ടം. ഇത് നമ്മൾ ഇത് വരയ്ക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മുടെ ഈ ഒരു തീരത്തോട് അടുത്തിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റേൺ ഘട്ടം അഥവാ പശ്ചിമഘട്ടം വരയ്ക്കാൻ വേണ്ടി. ഈസ്റ്റേൺ ഗാർഡ്സ് ആണ്, പൂർവ്വഘട്ടമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടാം. ഇവിടുത്തെ മാതിരില്ല, ഇവിടെ അടുത്താണ്, ഇവിടെ എന്ത് ചെയ്യാം, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യാം വരയ്ക്കാം. ഈ രണ്ട് പീസുകളായിട്ട് വരയ്ക്കുന്നതാണ് ഈസ്റ്റേൺ ഗാർഡ്സ് അഥവാ പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഈ മാപ്പിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം, അതാണ് അടുത്ത് തുറമുഖങ്ങൾ. പോർട്ട് ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ഇന്ത്യയുടെ മുകൾ ഭാഗത്ത് കൊണ്ടുപോയിട്ട് തുറമുഖം വരക്കാൻ നിൽക്കേണ്ട. കാരണം അവിടെ കടലുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്ത് തുറമുഖം വരച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളെ ഗുജറാത്ത് കിടക്കുന്നതാണ് കണ്ടില്ല ആരും കാണാത്തോടത്താ. കാരണം ഇന്ത്യയുടെ വായയുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മൾ എന്താണ് ഉള്ളിലെ പല്ല് പോലെ കിടക്കുന്ന ആളാണ് ആര്, കണ്ടില്ല എന്ന് പറയുന്നത്. അടുത്താണ് മുംബൈ, അതുപോലെ തന്നെ നവാഷേവ, രണ്ടും ഒന്ന് തന്നെ കേട്ടോ. മുംബൈ അഥവാ നവാഷേവ മഹാരാഷ്ട്രയിൽ കിടക്കുന്നത്. ദെൻ ഗോവയിൽ കിടക്കുന്നതാണ് മർമ്മ ഗോവ, ഗോവയുടെ സ്ഥലം ആർക്കും അറിയാതിരിക്കുന്നത്. ഇതാണ് ഗോവയുടെ സ്ഥലം എന്ന് പറയുന്നത്. മംഗലാപുരം എന്ന് പറഞ്ഞാൽ കേരളം ഇതാ തുടങ്ങുന്നത്, ഇവിടെ നിന്നാണ് കേരളം തുടങ്ങുന്നത്. അപ്പൊ കേരളം തുടങ്ങുന്നതിന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് കേരളത്തിന്റെ തൊട്ട് മുകളിൽ എന്ത് ചെയ്യുന്നു, കേരളത്തിന്റെ തലയിൽ കിടക്കുന്ന ആളാണ് മംഗലാപുരം എന്ന് പറയുന്നത്. കൊച്ചി കേരളത്തിന്റെ നടുവിൽ വരച്ച് വെച്ചാൽ കൊച്ചിയായി. ടൂട്ടിക്കോറിൻ അഥവാ ടൂട്ടിക്കോറിൻ എന്ന് പറയുന്ന തൂത്തുക്കുടി എന്നാണ് മലയാളത്തിൽ പറയാനുള്ളത്. അത് ഈ ഭാഗത്താണ് തൂത്തുക്കുടി. ചെന്നൈ ഇവിടെയാണ്. വിശാഖപട്ടണമായിരുന്നു നമ്മുടെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു, വിശാഖപട്ടണം. പാരാദ്വീപ്, കൊൽക്കത്ത ഓർ ഹാൽദിയ, രണ്ടും എന്ത് ചെയ്താൽ മതി, ഒരുമിച്ച് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. കൊൽക്കത്ത ചോദിച്ചാലും ഹാൽദിയ ചോദിച്ചാലും അവിടെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു തുറമുഖം, ഒരു പോർട്ടും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് രണ്ടെണ്ണം കൂടെ പറഞ്ഞുതരാം. അഥവാ എങ്ങാനും ചോദിച്ചാലോ, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ആ രണ്ടെണ്ണം കൂടെ പറഞ്ഞു തരുന്നത്. മൗണ്ടൻസിലേക്ക് നോക്കുന്ന സമയത്ത് നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖലയിൽ ഇന്ത്യയുടെ നേരെ മുകളിൽ 3 വരെ വരച്ച് വെച്ചാൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ അഥവാ ട്രാൻസിമാലയുടെ ഭാഗം ഉണ്ടല്ലോ, അതിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ് ഈ കാണുന്നത്. അതേസമയം ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിമാദ്രി, ഹിമാചൽ സിവാലിക് അതാണ് ഈ വരച്ചിട്ടുള്ളത്. വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾ എന്തില്ല, ചില ആളുകൾ ഇവിടുന്ന് വരച്ചു തുടങ്ങാൻ, ഇവിടെ നല്ല മക്കളെ ഇതാ ഇതിന്റെ നേരെ താഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഹിമാദ്രി, ഹിമാചൽ സിവാലിക്. അതേസമയം പാട്കൈബം, നാഗ ഹിൽസ്, മീസോ ഹിൽസ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ 3-4 വരകൾ എന്ത് ചെയ്താൽ മതി, വരച്ച് വെച്ചാൽ മതി. പാട്കൈബം, നാഗ ഹിൽസ്, മീസോ ഹിൽസുമായി. കൂടാതെ തന്നെ ഒരൊറ്റൊന്നും കൂടെ എന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചേക്കാം, കോസ്റ്റൽ പ്ലെയിൻ, തീരസമതലങ്ങൾ. മക്കളെ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞ സമയത്ത് നമ്മളെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ പടിഞ്ഞാറൻ തീരസമുദ്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഭാഗമാണ് പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരസമുദ്രത്തെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആക്ച്വലി നമുക്ക് 3 തരംതിരിക്കാൻ പറ്റും. ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. അതിൽ കേരളത്തിന്റെ ഭാഗം വട്ടമിട്ട് വെച്ചാൽ മലബാർ, മലബാറിന് എവിടെയാണ്, കേരളത്തിലാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഗുജറാത്തിന്റെ ഭാഗം വട്ടമിട്ട് വെച്ചാൽ ഗുജറാത്ത് കോസ്റ്റ് ആണ്. കൊങ്കൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും നടുവിലുള്ള ഭാഗമാണ് കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കിഴക്കൻ തീരസമുദ്രത്തിലേക്ക് വരുന്ന സമയത്ത് കോറോമണ്ടൽ കോസ്റ്റ്, നോർത്ത് സിർക്കാർ പ്ലെയിൻ, കോറോമണ്ടൽ തീരസമതലം, നോർത്ത് വടക്കൻ സിർക്കാർ തീരസമതലം എന്ന് പറയും. ഇതിന് ഈ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്താൽ മതി, ആലോചിച്ച് നോക്കിയാൽ മതി, 2 വട്ടം ഇട്ട് വെച്ചാൽ മതി. ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ എന്റെ മക്കൾ കൃത്യമായിട്ട് ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാനിതാ ഒന്നും കൂടെ മാർക്ക് ചെയ്ത് തരുന്നു. പഠിച്ചിട്ട് പോകേണ്ടതാ, ഒരു പോർട്ട് എന്തായാലും ചോദിക്കും, പോർട്ട് പരീക്ഷയ്ക്ക് പഠിക്കണം. അതുപോലെ തന്നെ ഒരു മൗണ്ടെയിൻ, ഒരു പർവ്വതം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഒരു പ്ലാറ്റു, ഒരു പീഠഭൂമി നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഒരു റിവർ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇതായിരിക്കും ഈ കൊല്ലത്തെ SLC എക്സാമിനേഷന് നിങ്ങൾ കാണാനുള്ളത്. ഇനി മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇടങ്ങേറ് നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ, ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ, സെറ്റ് ആണല്ലോ. സോ ഇനി മാപ്പിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, അടുത്ത കാര്യം നിങ്ങൾ നോക്കിക്കോ. അതുമായിട്ട് നമ്മളിതാ വരുന്നുണ്ടാ.